ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ 11ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചലച്ചിത്രം ഏതാണ്? സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചലച്ചിത്രം ഏതാണ്? എഴുത്തോലയാണ്. എഴുത്തോല. സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ചലച്ചിത്രം ഏതാണ്? എഴുത്തോലയാണ്. എഴുത്തോല. നെക്സ്റ്റ്, 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ക്ലൗഡിയ ഗോൾഡ് ആണ്. ക്ലൗഡിയ ഗോൾഡ് ആണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലൗഡിയ ഗോൾഡ് ആണ്. ഇനി 2022 ലഭിച്ചത് ആർക്കാണ്? 2022 3 പേർക്കാണ് ലഭിച്ചത്. ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് അല്ലെ? ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ബെനസ് ബർണങ്കെ, ഫിലിപ്പ് എച്ച് ഡൈബ്യൂഗ് 3 പേർക്കാണ് 2022 3 പേർക്കാണ് ലഭിച്ചത്. 2022 3 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ഇപ്പൊ 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ക്ലൗഡിയ ഗോൾഡ് ആണ്. ഗോൾഡ് ഓർക്കുക, ഗോൾഡ് സാമ്പത്തികമല്ലേ? ഗോൾഡ് വെച്ചാൽ സാമ്പത്തികം കിട്ടും. 2023 സാമ്പത്തിക മാർക്കാണ് ക്ലൗഡിയ ഗോൾഡിനാണ്. ഇനി 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കും. എന്നാൽ 2022 ആലപ്പി രംഗനാഥനുമാണ്. അപ്പൊ ഹരിവരാസനം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ലഭിച്ചത് ആർക്കാണ്? ആലപ്പി രംഗനാഥാണ്. നെക്സ്റ്റ്, 2023 ചമ്പക്കുളം വള്ളംകളി ജേതാക്കളാരാണ്? അത് നടുഭാഗം ചുണ്ടനാണ്. 2023 ചമ്പക്കുളം വള്ളംകളി ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ. നെക്സ്റ്റ്, കേരളത്തിൽ സിനിമാ തിയേറ്റർ തുറന്ന ആദ്യ കോളേജ് ഏതാണ്? CMS കോളേജിലാണ് കേരളത്തിലെ സിനിമാ തിയേറ്റർ തുറന്ന ആദ്യ കോളേജ്. ഏതാണ്? CMS കോളേജ് ആണ്. നെക്സ്റ്റ്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 3ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പൊ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 3ാമത്തെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. 4ാമത്തത് എവിടെയാണ്? 4ാമത്തത് ആലപ്പുഴയിലാണ്. ഇനി 2022 സരസ്വതി സമ്മാനം നേടിയതാരാണ്? 2022 സരസ്വതി സമ്മാനം നേടിയതാരാണ്? ശിവശങ്കരിയാണ്. കൃതി ഏതാണ്? സൂര്യവംശമാണ്. 2022 സരസ്വതി സമ്മാനമാണ് ശിവശങ്കരി. കൃതി ഏതാണ്? സൂര്യവംശമാണ്. ഇനി 2021 സരസ്വതി സമ്മാനം ആർക്കാണ്? രാംദരാജ് മിശ്രയ്ക്കാണ് 2021 സരസ്വതി. 2022 സരസ്വതിയാണ് ശിവശങ്കരിയാണ്. കൃതി സൂര്യവംശം. 2022 സരസ്വതി സമ്മാനം നേടിയത് ശിവശങ്കരിയാണ്. 2021 രാംദരാജ് മിശ്രയാണ്. നെക്സ്റ്റ്, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? എ സേതുമാധവനാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് എ സേതുമാധവനാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? കെ സച്ചിദാനന്ദനാണ്. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2020 ലഭിച്ചത് കെ സച്ചിദാനന്ദനും 2022 ലഭിച്ചത് എ സേതുമാധവനാണ്. നെക്സ്റ്റ്, 2022 പ്രഥമ അക്ഷിത സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത്
സന്തോഷ് എച്ചിക്കാനത്തിനാണ്. അപ്പോൾ പ്രഥമയാണ് 2022 അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തേത് കിട്ടിയത് ആർക്കാണ്? സന്തോഷ് എച്ചിക്കാനത്തിനാണ്. സന്തോഷ് എച്ചിക്കാനം. 2023 ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 സുഭാഷ് ചന്ദ്രനാണ്. 2024 ആർക്കാണ്? സാറ ജോസഫ് ആണ്. 2024 സാറ ജോസഫ്. 2024 സാറ ജോസഫിനാണ്. അപ്പോൾ 2022 സന്തോഷ് എച്ചിക്കാനമാണ്. അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം സന്തോഷ് എച്ചിക്കാനം. 2023 സുഭാഷ് ചന്ദ്രൻ. 2024 സാറ ജോസഫ്. നെക്സ്റ്റ് 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവാരാണ്? 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം അത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനാണ്. നോവൽ ഏതാണ്? സമുദ്രശിലയാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. നോവൽ സമുദ്രശില. നോവൽ ഏതാണ്? സമുദ്രശിലയാണ്. നെക്സ്റ്റ് ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആരാണ്? അത് PR ശ്രീജേഷ് ആണ്. ഒളിമ്പിക് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. ഇനി 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? 2024 ഒളിമ്പിക് വേദി ഏതാണ്? അത് പാരീസ് ആണ്. ഇപ്പൊ 2024 നടന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. അങ്ങനെ പഠിക്കുക. 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഇനി 2028 ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി 2032 ബ്രിസ്ബേൺ ആണ്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൺ ആണ് വേദി. അപ്പൊ 2024 വേദി പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബേൺ. നെക്സ്റ്റ് ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരം. ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? സജൻ പ്രകാശ് ആണ്. സജൻ പ്രകാശ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. സജൻ പ്രകാശ് ഏതിനമാണ്? നീന്തലാണ്. നീന്തൽ താരമാണ്. നെക്സ്റ്റ് ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ്. ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ഏതാണ്? മണിക ബത്രയാണ്. മണിക ബത്ര ഏതാണ്? ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ്. ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? മണിക ബത്ര. നെക്സ്റ്റ് മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് മീററ്റ് ആണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റ്. നെക്സ്റ്റ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം എസ് ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ആണ് വിക്രം എസ്. വിക്രം എസ് ആണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ആണ് വിക്രം എസ്. വിക്രം എസ് ആണ്. നെക്സ്റ്റ് ലോക ബാങ്കിന്റെ 14ാമത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരെയാണ്? അജയ് ബംഗയാണ്. ലോക ബാങ്കിന്റെ 14ാമത് പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരെയാണ്? അജയ് ബംഗ. അജയ് ബംഗയാണ്. നെക്സ്റ്റ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അമരേന്ദു പ്രകാശ് ആണ്. അമരേന്ദു പ്രകാശ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അമരേന്ദു പ്രകാശ്. നെക്സ്റ്റ് പാർലമെന്റ് അംഗമായിരിക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അത് അനുരാഗ് താക്കൂർ ആണ്. അനുരാഗ് താക്കൂർ. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അനുരാഗ് താക്കൂർ. അദ്ദേഹമാണ് പാർലമെന്റ് അംഗമായിരിക്കെ ടെറിട്ടോറിയൽ ആർമിയുടെ ക്യാപ്റ്റനായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ആര്? അനുരാഗ് താക്കൂർ. ഇനി ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അത് അജിത് ഡോവലാണ്. അജിത് ഡോവലാണ്. ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. നെക്സ്റ്റ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ്? ആർട്ടമിസ് ആണ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യമാണേത്? ആർട്ടമിസ്. നെക്സ്റ്റ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ
കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? അത് ഓപ്പറേഷൻ കാവേരിയാണ്. ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇൻ സർവീസ് മിസൈൽ കോർവെറ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇൻ സർവീസ് മിസൈൽ കോർവെറ്റ് INS കിർപ്പാൻ. INS കിർപ്പാൻ ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത്? അപ്പൊ ഇന്ത്യ സമ്മാനിക്കുകയാണ്. അല്ലെ, ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത്? വിയറ്റ്നാമിനാണ്. വിയറ്റ്നാമിനാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഇൻ സർവീസ് മിസൈൽ കോർവെറ്റ് ആയ INS കിർപ്പാൻ. INS കിർപ്പാന് ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത്? വിയറ്റ്നാമാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ആണ് ഇന്ദ്രയാണ്. ഇന്ദ്ര. രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ആണ് ഇന്ദ്ര. ഇനി ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം അത് മൊധേരയാണ്. മൊധേര. ഗുജറാത്തിലെ മൊധേര. മൊധേരയാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമമാണ് മൊധേര. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ്. പുല്ലമ്പാറ, തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്താണ്, ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ, തിരുവനന്തപുരം. സർവകലാശാല പുറത്തിറക്കിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ അക്കാദമിക് വീഡിയോകൾ ഉൾപ്പെട്ട യൂട്യൂബ് പ്ലാറ്റ്ഫോം ഏതാണ്? സർവകലാശാല പുറത്തിറക്കിയ വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരുടെ അക്കാദമിക് വീഡിയോകൾ ഉൾപ്പെട്ട യൂട്യൂബ് പ്ലാറ്റ്ഫോം ഏതാണ്? അത് KU പാഠശാലയാണ്. KU പാഠശാല. അത് കേരള യൂണിവേഴ്സിറ്റി പാഠശാല. KU പാഠശാലയാണ്. നെക്സ്റ്റ്, 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കവും പരിഷ്കരിക്കാനായിട്ട് NCERT രൂപം നൽകിയ 19 അംഗ സമിതിയുടെ അധ്യക്ഷൻ. അതായത് 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കവും പരിഷ്കരിക്കാനായിട്ട് NCERT ആണ് രൂപം നൽകിയ 19 അംഗ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അത് മഹേഷ് ചന്ദ്ര പന്താണ്. മഹേഷ് ചന്ദ്ര പന്ത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരോഗ്യത്തിനുള്ള അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. നെക്സ്റ്റ്, 2022 നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതായത് 2022 നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് നിയമം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. അപ്പൊ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. നെക്സ്റ്റ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രധാന മലയാളി വനിത ആരാണ്? അത് PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രധാന മലയാളി വനിതയാണ് PT ഉഷ. നെക്സ്റ്റ്, പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? അത് മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതി. നെക്സ്റ്റ്, 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് ഏതാണ്? 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് ഏതാണ്? അത് 124A ആണ്. 124A ആണ് 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ്. നെക്സ്റ്റ്, സ്കൂളുകളിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. സ്കൂളുകളിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഇന്ത്യയോടൊപ്പം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇന്ത്യയോടൊപ്പം തന്നെ സമഗ്ര സാമ്പത്തിക കരാറിൽ
സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യം അത് UAE ആണ്. UAE ആണ് ഇന്ത്യയോടൊപ്പം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യം. നെക്സ്റ്റ്, കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രിയാണ് ആര്? നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഇനി കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് ആര്? S ജയശങ്കർ ആണ്. S ജയശങ്കർ, കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ആരാണ്? കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രി ആരാണ്? പശുപതി കുമാർ പരസ് ആണ്. പശുപതി കുമാർ പരസ്. കേരള PSC ചെയർമാൻ ആരാണ്? കേരള PSC ചെയർമാൻ ഡോക്ടർ AR ബൈജു ആണ്. ഡോക്ടർ AR ബൈജു, കേരള PSC ചെയർമാൻ ആണ് ഡോക്ടർ AR ബൈജു. 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര്? SM വിജയാനന്ദാണ്. SM വിജയാനന്ദ്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. റോഡ് ഗതാഗത മന്ത്രി, കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേന്ദ്ര വിദേശകാര്യ മന്ത്രി S ജയശങ്കർ. കേന്ദ്ര വിദേശകാര്യം S ജയശങ്കർ ആണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണം അല്ലെ പശുപതി കുമാർ പരസ് ആണ്. പശുപതി കുമാർ പരസ്. കേരള PSC ചെയർമാൻ ആണ് ഡോക്ടർ AR ബൈജു. 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂര്. നെക്സ്റ്റ്, 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം ഏത്? 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരമാണ് ചാന്നാർ ലഹള. നെക്സ്റ്റ്, പ്രാദേശിക ഭാഷയിൽ വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ ആദ്യ ഹൈക്കോടതി. അപ്പോൾ പ്രാദേശിക ഭാഷയിൽ വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ ആദ്യ ഹൈക്കോടതി ആയത് ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഇനി കേരള സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടൽ ഏതാണ്? കേരള സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടൽ ഏതാണ്? ഇ-സേവനം. നെക്സ്റ്റ്, 2023 ഓഗസ്റ്റിലെ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് കാലാവധി അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടത്? 2023 ഓഗസ്റ്റിലെ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് കാലാവധി അവസാനിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടത്? അത് പാകിസ്ഥാന്റേതാണ്. പാകിസ്ഥാൻ. നെക്സ്റ്റ്, 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം ഏതാണ്? USA ആണ്. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ വീണ്ടും അംഗത്വം നേടിയ രാജ്യം ഏതാണ്? USA ആണ്. നെക്സ്റ്റ്, ആംഗ്യ ഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? 2023 മെയ്യിൽ അത് പോർച്ചുഗീസ് ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ജില്ല അത് മലപ്പുറമാണ്. അതിദരിദ്രരുള്ള ജില്ലയാണ് മലപ്പുറമാണ്. 2023 നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം, അതായത് 2023 നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.